ഒരു വലിയ സംഘമാണുള്ളത്. സ്ഥലപരിമിതിയുണ്ട് എങ്കിൽ പോലും നമ്മുടെ ബാൻഡ് ടീമാണ് ഒപ്പമുള്ളത്. അവരുടെ പെർഫോമൻസ് ആണ്. അതെ, അവരെ അടിച്ച് പൊളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പൊളിക്കൂലേ? ഓക്കെ, കേൾക്കാം. സ്കൂളിന്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുത്താ ഗംഭീര പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. വെറുതെ ആണോ എ ഗ്രേഡ് കിട്ടിയത് അല്ലേ? അതെ, ഈ നമ്മൾ ആമയിൻ സിനിമയൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു എനർജി പിടികിട്ടിയത്. ഈ ബാൻഡ് വാദനത്തിന്റെ ഒരു എനർജി പിടികിട്ടിയത്. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ വേദികളിലേക്ക് വരാത്ത ഒരു മത്സര ഇനമാണ്. അതെ, ഈ പറഞ്ഞതുപോലെ ശ്രീജ അവിടുന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഒന്നും കൂടെ വായിപ്പിക്കാനായിട്ട്. അതായത് കാരണം ഇവർ നമുക്ക് ഉണ്ടാക്കുന്ന എനർജി അത്ര വലുതാണ്. നമുക്കിങ്ങനെ ഡാൻസ് കളിക്കാൻ തോന്നും. അപ്പൊ ഒരു സിനിമാ പാട്ടും കൂടെ നമുക്ക് ഇവരെ കൊണ്ട് വായിപ്പിച്ചാലോ? തീർച്ചയായിട്ടും. റെഡി അല്ലേ? ഓക്കെ, ഒന്നുകൂടെ വായിക്കില്ലേ? ഓക്കെ, റെഡി. അതെ അതെ, ഈ പെർഫോമൻസിന് എല്ലാവരും അറിയാതെ കൈയടിച്ച് പോലും ഇത്രയും ആളുകൾ വന്ന് കൂടിയത് പോലും ഈ മക്കളുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ്. എന്തായാലും നിങ്ങളുടെ സ്കൂൾ തന്നെയാണ് നിങ്ങളെ ഇത്രയും പെർഫോം ചെയ്ത് എടുത്തതല്ലേ? സ്കൂൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആരാണ് കൂടെ വന്നിട്ടുള്ളത്? ആരാണ്? മാഷ് കൂടെ വന്നിട്ടുണ്ട്. ഓ, സാറാണ് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുള്ളത്. സാറാണ് എന്നോടൊന്ന് പറഞ്ഞത്. സാറ് മുന്നോട്ട് വരൂ. ഞങ്ങൾ മൂന്ന് പേരുണ്ട്. ഉണ്ണികൃഷ്ണൻ സാറ് വന്നു. ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾ കുണ്ട്ര വിളംബരത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്നതാണ്. വിളംബരത്തിൻ്റെ നാട്ടിലെ ചുണക്കുട്ടികളാണ് ഈ 20 പേര്. അപ്പം ഞങ്ങൾ കൊല്ലക്കാര് കപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കും. കപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മാഷിന്റെ പിന്തുണ 3 മാഷുമാരുണ്ട്, 3 പേരും ഉണ്ട് ഇവിടെ. അപ്പൊ അവരുടെ പിന്തുണ വളരെ വലുതാണ്. അപ്പൊ കൊല്ലം കപ്പ് കൊണ്ടുപോവോ?